കേരളത്തിൽ ബി.ജെ.പിക്ക് ആവേശം പകർന്നുകൊണ്ട് പത്തനംതിട്ടയിലെ പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുകയാണ്. നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹം ഇപ്പോൾ പത്തനംതിട്ടയിൽ. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. നാളെ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കുന്നു. നാളെ 3 മണിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഡൽഹിയിൽ നടക്കാൻ പോകുന്നു. അതിനിടയിൽ പ്രചാരണം നേരത്തെ തന്നെ ചൂടുപിടിച്ചിരുന്നു. കേരളത്തിൽ പത്തനംതിട്ടയിൽ അനിൽ ആന്റണി മത്സരിക്കുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ എത്തുകയാണ്. നേരത്തെ നിശ്ചയിച്ചിൽ നിന്നും 1 മണിക്കൂറിലധികം വൈകിയാണ് പ്രധാനമന്ത്രി ഈ പരിപാടിക്ക് എത്തുന്നത്. തമിഴ്നാട്ടിലെ ഉൾപ്പെടെ പരിപാടികൾക്ക് ശേഷം പ്രധാനമന്ത്രി പത്തനംതിട്ടയിലേക്ക് എത്തുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. CK അഭിലാലാണ് വിവരങ്ങളുമായി. അഭിലാൽ, നേരത്തെ നിശ്ചയിച്ചിരുന്ന അല്പം വൈകിയാണ് പരിപാടി. വലിയ ആവേശമാണോ ബി.ജെ.പിക്ക് പത്തനംതിട്ടയിൽ, പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ തുടക്കം കുറിക്കാൻ തന്നെ പ്രധാനമന്ത്രി എത്തുമ്പോൾ? മുൻപ് അറിയിച്ചിട്ടുള്ളതിലും ഏറെക്കുറെ 52 മിനിറ്റ് വൈകിയാണ് പ്രധാനമന്ത്രിയുമായി ഹെലികോപ്റ്ററുകൾ ഇവിടേക്ക് ലാൻഡ് ചെയ്തത്. നേരത്തെ അറിയിച്ചിരുന്നത് 1 മണിക്ക് പരിപാടികൾക്ക് വന്ന കാലതാമസത്തെ തുടർന്നാണ് അദ്ദേഹം വൈകി, ഏറെക്കുറെ 1 മണിക്കൂർ സമയത്തോളം വൈകി ഇവിടെ ലാൻഡ് ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. 3 ഹെലികോപ്റ്ററുകളായിരുന്നു. അതിൽ 3ാമത് ലാൻഡ് ചെയ്ത ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി ഉണ്ടായിരുന്നത്. അല്പം മുമ്പ് അദ്ദേഹം ഹെലികോപ്റ്ററിൽ നിന്നിറങ്ങി പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ എത്തുന്നു. പ്രമാണത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. കേരളത്തിലും തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. 3 മുന്നണികളും പ്രചാരണവുമായി നേരത്തെ തന്നെ മുന്നിട്ടിറങ്ങിയിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേരളത്തിൽ ബി.ജെ.പി പൂർത്തീകരിച്ചിട്ടില്ല എങ്കിലും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതുമാണ്. പത്തനംതിട്ടയിലാണ് പ്രധാനമന്ത്രിയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് പരിപാടി നടക്കാൻ പോകുന്നത്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇതിപ്പോൾ അടുപ്പിച്ച് 4ാമത്തെ കേരള സന്ദർശനമാണ് പ്രധാനമന്ത്രിയുടേത്. ഇന്ത്യയുടെ പ്രചാരണ പരിപാടികൾക്ക് ഊർജ്ജം നൽകുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിലെത്തി. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ പൊതുസമ്മേളനം ആരംഭിക്കും. അടുത്തത് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന പത്മജ വേണുഗോപാൽ, ജനപക്ഷം പാർട്ടി പിരിച്ചുവിട്ട് ബി.ജെ.പിയിൽ ലയിപ്പിച്ച PC ജോർജ് ഉൾപ്പെടെയുള്ളവർ വേദിയിലുണ്ട്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി PC ജോർജിനെയും പത്മജ വേണുഗോപാലിനെയും ഉൾപ്പെടെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ ആത്മവിശ്വാസവും ബി.ജെ.പി നേതൃത്വത്തിനുണ്ട്. പക്ഷേ കേരളത്തിൽ വിജയിച്ച് കയറാനാകുമോ, അതിനുള്ള ഒരു അനുകൂല സാഹചര്യം ബി.ജെ.പിക്കുണ്ടോ എന്ന കാര്യത്തിലൊക്കെ നേതൃത്വത്തിനും സംശയമുള്ള തിരഞ്ഞെടുപ്പിനിടയിലാണിപ്പോൾ അനിൽ ആന്റണിക്ക് വേണ്ടി പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് നരേന്ദ്രമോദി ഇപ്പോൾ പത്തനംതിട്ടയിൽ പ്രമാണത്തെ പരിപാടിക്കായി എത്തുന്നത്. അല്പം മുമ്പാണ് ഹെലികോപ്റ്ററിൽ അദ്ദേഹം പത്തനംതിട്ടയിൽ എത്തിച്ചേർന്നത്. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥിക്കൊപ്പം സമീപ മണ്ഡലങ്ങളിലെ പ്രവർത്തകരും നേതാക്കളും സ്ഥാനാർത്ഥികളും പത്തനംതിട്ടയിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അനിൽ ആന്റണിക്ക് പുറമെ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ, ആറ്റിങ്ങലിലെ ബി.ജെ.പിയുടെ NDAയുടെ സ്ഥാനാർത്ഥിയാണ്. V മുരളീധരൻ ഉൾപ്പെടെയുള്ളവരും ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. പത്തൊൻപതാം തീയതി പാലക്കാട്ടും പ്രധാനമന്ത്രി എത്തുന്നു എന്നതും ബി.ജെ.പി നേതൃത്വം നേരത്തെ അറിയിച്ചിരുന്നു. അഭിലാൽ, കേൾക്കാമെങ്കിൽ പ്രധാനമന്ത്രി ഇപ്പോൾ അല്പം വൈകി വേദിയിലേക്ക് എത്തുകയാണ്. എത്രത്തോളം ആവേശകരമാണ് ബി.ജെ.പിയുടെ NDAയുടെ തിരഞ്ഞെടുപ്പ് ക്യാമ്പ്? അനിൽ ആന്റണി വന്നത് സാധാരണ ബി.ജെ.പി മുഖമല്ലാതിരുന്നത് ഒരാൾ, കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്നൊരു ആൾ, AK ആന്റണിയുടെ മകൻ, അങ്ങനെ ഒരാൾ സ്ഥാനാർത്ഥിയാകുമ്പോൾ അവിടെ ഏത് തരത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം NDA ക്യാമ്പിൽ? ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലം, ഒപ്പം തന്നെ 12 സ്ഥാനാർത്ഥികളെ, അതായത് ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ സംസ്ഥാനത്ത് തന്നെ ആദ്യ പരിപാടി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് പത്തനംതിട്ടയിൽ പാർട്ടിയുടെ നേതൃനിരയിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ചില അഭിപ്രായ ഭിന്നതകൾ സൂചിപ്പിക്കുന്ന പ്രതികരണങ്ങൾ. ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പ്രാധാന്യം ഏറി വരുന്നത്. 1.5 ലക്ഷത്തിനടുത്ത് ആളുകൾ ഈ പരിപാടിയുടെ ഭാഗമാകുമെന്നാണ് ബി.ജെ.പി നേതൃത്വം ഔദ്യോഗികമായി പറഞ്ഞതെങ്കിൽ അതിനേക്കാൾ അധികം ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ചുരുക്കത്തിൽ വലിയ ആവേശത്തോടു കൂടി പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള ബി.ജെ.പി NDA പ്രവർത്തകരടക്കം പത്തനംതിട്ടയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആദ്യം അറിയിച്ചിരുന്നത് പ്രധാനമന്ത്രി ഏറെക്കുറെ 1:15 വേദിയിൽ എത്തുമെന്നായിരുന്നു. പക്ഷേ ഏറെക്കുറെ കൃത്യം 1 മണിക്കൂർ സമയം വൈകിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പരിപാടികൾ. അടുത്ത 5 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി പ്രധാന വേദിയിലേക്ക് എത്തിച്ചേരും. അവിടെ കൂടിയിരിക്കുന്ന NDA പ്രവർത്തകരെയും പാർട്ടി നേതാക്കളെയും ഒക്കെ തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളത്
പൗരത്വ ഭേദഗതി വിജ്ഞാപനം പുറത്തു വന്നതിന് പിന്നാലെ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടക്കുന്ന പശ്ചാത്തലം കൂടിയാണ്. പൗരത്വ നിയമം. ശരി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള സന്ദർശനത്തിനായി എത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പത്തനംതിട്ടയിൽ അദ്ദേഹം വേദിയിലേക്ക് എത്തുകയാണ്.